ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ മസാലയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഒരു ഗ്രീൻ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില ഇതുപോലൊരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മല്ലിയില നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാടൊന്നും വേണ്ട, ഇതുപോലെ ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊരു എരിവ് വേണം, ഭയങ്കരമായിട്ടല്ല, ചെറുതായിട്ടൊരു എരിവ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു പുളിപ്പ് രസം കിട്ടാനായിട്ട് ഒന്നുകിൽ വിനാഗിരി അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പകുതി പൊളി നാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ കുരു ഈ ഒരു ജാറിൽ വീഴരുത്. കുരു അരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ട് അരിപ്പിൽ അരിച്ചതിന് ശേഷം ആ ഒരു നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തതായി ഒരു ബൗളിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള 3 ഉരുളക്കിഴങ്ങ് ഉടച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കിഴങ്ങിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങളും എടുക്കാവുന്നതാണ്. ഈ ഒരു കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുട്ടയുടെ മഞ്ഞയാണ്. 8 മുട്ടയുടെ മഞ്ഞ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ള മാറ്റി വെച്ചിരിക്കാം, അത് വേറൊരു കാര്യത്തിന് ആവശ്യമാണ്. ഇനി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 സബോളയും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ചെറിയ കഷ്ണം ക്യാപ്സിക്കവും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉണക്കമുളകും പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എരിവൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളകും ഒരു ഉണക്കമുളകുമാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആ ഒരു ഗ്രീൻ ചമ്മന്തി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാല ഒന്നിച്ച് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 1 സ്പൂണിന് മുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. ഗരം മസാല പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പൊടിയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂടെ ഒന്നിച്ച് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ചുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കയ്യിൽ വെള്ളം ഒന്ന് തൊട്ടതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ പുഴുങ്ങി വെച്ചിരുന്ന ആ ഒരു മുട്ടയുടെ വെള്ള ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ടയുടെ തന്നെ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കുക. ആ ഒരു മുട്ടയ്ക്കകത്ത് ചീസ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഈ ഒരു മുട്ടയും ഈ ഒരു മസാലയും സെപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ടൂത്ത് പിക്ക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു മുട്ടയുടെ വെള്ളയിൽ നമ്മുടെ ആ ഒരു ഗ്രീൻ ചമ്മന്തി വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ചീസ് വെച്ച് കൊടുക്കണമെങ്കിൽ അതും വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ മാവ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. എനിക്ക് അതിനേക്കാളും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കൂട്ടിൽ ആ ഒരു ചമ്മന്തി ചേർത്ത് കൊടുക്കുന്നതാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ മൈദ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലും കൂടെ കോട്ട് ചെയ്തതിന് ശേഷം മുട്ടയുടെ ആ ഒരു ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരെണ്ണം ചെയ്ത് കാണിച്ചു. ഇതുപോലെ തന്നെ അടുത്ത ഒരെണ്ണം കൂടെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സിമ്പിളാണ്. കുഴയ്ക്കാനും പരത്താനൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായി എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പോലെ ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിയും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗം വെന്ത പോലെ തന്നെ ഈ താഴത്തെ ഭാഗവും കൂടെ വെന്ത് കിട്ടണം. അങ്ങനെ ഇപ്പോൾ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് എണ്ണ കുടിക്കുന്നോർത്ത് പേടിക്കൊന്നും വേണ്ട, അത്ര എണ്ണ കുടിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഇതാ പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.